ഒട്ടും ഡിലേ വെക്കാണ്ട് ഇച്ചിരി ഉഷാറായിട്ട് ഓടിച്ചാടി വന്നോളൂ. കാരണം വെറും 59 ലക്ഷം രൂപയ്ക്ക് റോഡ് ഫ്രണ്ടേജ് ആയിട്ടൊരു വീടാണ് മാർബിൾ ഹോംസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു ഓഫർ നിങ്ങൾക്ക് കിട്ടില്ല. ഈ കാണുന്ന കാറ് കിടക്കുന്നതിന്റെ ബാക്കിലൂടെ പോകുന്നത് ടാർ റോഡാണ്, അതായത് ബസ് റൂട്ടാണ്. കാണിനാട് ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ടാണ് നിങ്ങൾക്ക് ഈ കാണുന്ന വീട് വരുന്നത്. എറണാകുളം ജില്ലയിലാണ് ഈ ഒരു വീട് വരുന്നത്, പള്ളിക്കരയ്ക്ക് അടുത്താണ്. അപ്പോൾ ഞാൻ പ്രിയ, എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. റോഡ് നിങ്ങൾ നോക്കിക്കോളൂ, വൈഡ് ആയിട്ട് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴിയാണ് ഈ കാണുന്ന വീടിന്റെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് വരുന്നത്. എറണാകുളം ജില്ലയിൽ പള്ളിക്കരയിൽ കാണിനാടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ്. പള്ളിക്കര ജംഗ്ഷനിലേക്ക് വെറും 3.9 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 5 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് 15, ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വെറും 53 മിനിറ്റ് മതി. 25 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ ഈസി ആയിട്ട് എത്താവുന്നതാണ്. റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഇതുപോലെ വരുന്നത് കൊണ്ട് നമുക്ക് സൈഡ് എലവേഷനും ഫ്രണ്ട് എലവേഷനും ഒക്കെ റോഡിൽ നിന്നാൽ പോലും കാണാവുന്ന ഭംഗിയായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. മതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയ ഡിസൈൻ ആണ്. അവിടെ തന്നെ ഗേറ്റും വരുന്നുണ്ട്. നല്ലൊരു ക്യൂട്ട് വീട് എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരു പോലത്തെ ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. സിമ്പിൾ ആയ ഡിസൈൻ ആണെങ്കിലും അത്യാവശ്യത്തിനുള്ള വർക്കുകൾ ഗേറ്റിലും വന്നിട്ടുണ്ട്. സ്ലൈഡിംഗ് മെത്തേഡിലാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ പെയിന്റ് നിങ്ങൾ നോക്കിക്കോളൂ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളേഴ്സ് മാത്രം യൂസ് ചെയ്ത് ഭംഗിയായിട്ട് ടെക്സ്ചർ വർക്കുകളും ക്ലാഡിംഗ് ടൈലുകളോ ഒട്ടിച്ച് നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ക്യൂട്ട്നെസ് തോന്നുന്ന ഒരു വീടാണ് ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്നാൽ നിങ്ങൾ നേരെ കടന്നു വരുന്നത് നിങ്ങളുടെ ഒരു കാർ പാർക്ക് ചെയ്യാവുന്ന കാർ പോർച്ചിലേക്കാണ്. അത്യാവശ്യം ഒരു വലിയ കാർ തന്നെ നിങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് റൂഫ് കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചാണ് കിട്ടുന്നത്. ഫ്ലോറിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഭംഗിയായിട്ട് ഗ്രേ ഷെയ്ഡ് വരുന്ന ടൈലാണ് വിരിച്ചിരിക്കുന്നത്. വീടിനകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഉള്ള ലെഫ്റ്റ് സൈഡ് നോക്കിക്കോളൂ, അവിടെയും അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 വീലറൊക്കെ വെക്കാനുള്ള സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വീടിന്റെ ലെഫ്റ്റ് സൈഡാണ്, സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. മെറ്റൽ ഷിപ്പാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ റൈറ്റ് സൈഡിലും സ്പേസ് കിട്ടുന്നുണ്ട്. വെൽ വാട്ടർ ഇവിടെ വരുന്നുണ്ട്. കിണർ വരുന്നത് നോർത്ത് ഭാഗത്തായിട്ടാണ്. വീടിന്റെ ബാക്ക് സൈഡിലും ഫ്ലോർ എല്ലാം നന്നായി തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെയും നല്ല ഓപ്പൺ സ്പേസ് ആണ് കിട്ടുന്നത്. വീടിന്റെ സിറ്റ് ഔട്ട് ആണ് ഈ കാണുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ട് പോർഷൻ ഒക്കെ നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ടും ഭംഗിയായിട്ടും ടെക്സ്ചർ വർക്കാണ്. അത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ പ്രൈസ് 59 ലക്ഷം രൂപയാണെന്നുള്ളത് മനസ്സിൽ വെച്ചോളൂ. വീഡിയോ കണ്ടാൽ ഉടനെ തന്നെ അതുകൊണ്ട് വിളിക്കേണ്ടതാണ്. മെയിൻ ഡോർ ഈ കാണുന്നതാണ്. കിഴക്കോട്ടാണ് ദർശനം വരുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട് ഭംഗിയായിട്ടും നല്ല ഡിസൈനിലൊക്കെ സ്റ്റീലിൽ നല്ല സ്ട്രോങ് ആയിട്ടാണ് ഡോർ ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ ലിവിംഗിലേക്ക് വരികയാണ്. ഫ്ലോർ ടൈൽ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ ആണ് വരുന്നത്. നിങ്ങളുടെ ലിവിംഗ് സ്പേസ് ഇവിടെയാണ് കിട്ടുന്നത്. 2 ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് വരുന്നുണ്ട്. 12 അടി നീളവും 7 അടി വീതിയുമാണ്. നമുക്ക് ഭംഗിയായിട്ടൊരു റെഡിമെയ്ഡ് സോഫ സെറ്റി ഒക്കെ കോർണർ സോഫ സെറ്റി ഒക്കെ ഇവിടെ ഇടാനായിട്ട് അത്യാവശ്യം ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. റൂഫ് ഒക്കെ പ്ലെയിൻ ആയിട്ടാണ്. അത്യാവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സിനുള്ള ഹോൾഡേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ബാത്റൂം ഫിറ്റിംഗ്സും അതുപോലെ ലൈറ്റ് ഫിറ്റിംഗ്സും കൂടെ മാത്രമാണ് ഇനി പെയിന്റിംഗ് ആയിട്ടുള്ളത്. പക്ഷെ അതൊക്കെ വെച്ച് വരുമ്പോഴേക്കും വീഡിയോ എടുത്തു കഴിഞ്ഞാൽ വീട് സെയിലാവും. കാരണം ഈ ബഡ്ജറ്റിൽ വീടുകൾ കിട്ടാനില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. നമുക്ക് TV യൂണിറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ആ ഒരു വോള് നോക്കിക്കോളൂ, ഭംഗിയായിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടും നല്ല ഗ്ലോസി ആയിട്ടാണ് അവിടെ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. അത് നല്ലൊരു കോപ്പർ ബീഡിംഗ് ഒക്കെ കൊടുത്ത് ടെക്സ്ചർ വർക്കുകളും കൊടുത്ത് താഴെ നമുക്ക് ചെറിയൊരു കബോർഡ് ഫെസിലിറ്റിയോട് കൂടിയിട്ടാണ് TV വെക്കാനുള്ള ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പോകുന്ന സമയത്ത് ഡോറിന്റെ ബാക്ക് സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സ്റ്റെപ്പ് വരുന്നത് നിങ്ങൾക്ക് കാണാം. മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ആണ്. ഹാൻഡ് റൈൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ കൂടെ നമുക്ക് ഗ്ലാസ് ഇടാനുള്ള വർക്കുകളും കൂടെ പെയിന്റിംഗ് ഉണ്ട്. സ്റ്റെപ്പ് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. താഴെയുള്ള ഭാഗത്ത് നമുക്ക് കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമ്മൾ ലിവിംഗ് കഴിഞ്ഞാൽ നേരെ ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് വരുന്നത്. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു ഏരിയയിലാണ് വാഷ് ബേസിൻ വെക്കാനുള്ള ആ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ഭംഗിയുള്ള ക്ലാഡിംഗ് ടൈലുകളാണ് വെച്ചിരിക്കുന്നത്. വാഷ് ബേസിൻ വെക്കാനുള്ള വർക്ക് കൂടെ പെയിന്റിംഗ് ഉണ്ട്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് വെക്കുന്നത്. താഴെ നോക്കിയാലും കാണാം കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഈച്ച് ആൻഡ് എവരി കോർണേഴ്സിലുള്ള പെയിന്റിംഗ് ആണെങ്കിലും എല്ലാ കബോർഡുകളുടെ ആ ഒരു ഇതെല്ലാം നിങ്ങൾ നോക്കിക്കോളൂ. നല്ല ഭംഗിയായിട്ടാണ് കളർ കോമ്പിനേഷനുകൾ വരുന്നത്. ഡൈനിങ് സ്പേസ് നോക്കുവാണെങ്കിൽ 9.5 അടി നീളവും 9 അടി വീതിയുമാണ് വരുന്നത്. 2 ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. എല്ലാ റൂമുകളിലും എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിൽ നമുക്കൊരു ഹാങ്ങിങ് ലൈറ്റിനുള്ള പ്രൊവിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. ഓപ്പൺ കിച്ചൺ ആയിട്ടുള്ള ഒരു ഓപ്പൺ എൻട്രൻസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ കിച്ചന്റെ മെയിൻ ഡോർ നോക്കുവാണെങ്കിൽ നമുക്ക് ക്ലോസ്ഡ് ആയിട്ടൊരു ഡോറും കിട്ടുന്നുണ്ട്. ഇതുപോലെ ഒരു ഓപ്പൺ കൗണ്ടർ വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ കിച്ചന്റെ ഡോർ വരുന്നത്. ഇതുപോലെ ഹാഫ് വുഡിലും ഹാഫ് ഗ്ലാസ്സിലും ആയിട്ടാണ് ഡോർ വരുന്നത്.
നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം. ഫ്ലോർ ടൈൽ നോക്കുവാണെങ്കിൽ കുറച്ച് ഗ്രിപ്പോട് കൂടിയിട്ട് ഭംഗിയുള്ള ഒരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സും സറൗണ്ടിങ് ഏരിയാസും ഒക്കെ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളേഴ്സ് മാത്രമാണ് കിച്ചൺ ക്യാബിനറ്റ്സിന് യൂസ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് അവിടെ വരുന്നുണ്ട്. മുകളിലും താഴെയും 2 ലെയറിലായിട്ടാണ് ക്യാബിനറ്റ്സ് വരുന്നത്. കൗണ്ടർ ടോപ്പ് ഒക്കെ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. സിങ്ക് വരുന്നത് ആ ഭാഗത്താണ്. പൈപ്പ് കണക്ഷൻ കൂടി നമുക്കിനി അവിടെ ചെയ്യാനുണ്ട്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഫാനും ലൈറ്റ് ഫിറ്റിംഗ്സിനും ഒക്കെ ഉള്ള ആ ഒരു അറേഞ്ച്മെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളുള്ള ഈ ഒരു വീട്ടിൽ താഴെയാണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 14-10 ഫീറ്റ് ആണ്. 2 ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. റൂഫിൽ സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് വരാനുള്ള ഹോൾഡേഴ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വോളിലൊക്കെ സെപ്പറേറ്റ് ഒരു പെയിന്റ് ആണ് വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് കൂടി നമുക്കിനി അവിടെ വരാറുണ്ട്. നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ വരുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. നമ്മൾ കടന്നു വന്നത് ഈ ഒരു വഴിയാണ്. ഇവിടുത്തെ ഒക്കെ വോള് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. നല്ല രസമായിട്ട് തന്നെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഗ്ലോസി ആയിട്ടുള്ള ടെക്സ്റ്റൈൽ വർക്കുകളാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഇതുപോലൊരു സ്പേസ് ആണ് കിട്ടുന്നത്. നമുക്ക് ഇവിടെ ഇനി ബെഡ്റൂമുകൾ കാണാനുണ്ട്. താഴെ നമ്മൾ ഒരു ബെഡ്റൂമാണ് കണ്ടത്. മുകളിൽ നമുക്കിനി 2 ബെഡ്റൂമുകളാണ് കാണാനുള്ളത്. സ്റ്റെപ്പ് കയറി നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് വന്നാൽ ഈ കാണുന്നത് രണ്ടാമത്തെ ബെഡ്റൂം ആണ്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13.5 അടി നീളവും 8 അടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടാണ് വർക്കുകൾ വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇവിടെയാണ്. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇവിടെയും ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ബാത്റൂമിൽ നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. നമുക്കിനി ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. 14-11 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ് വരുന്നത്. 2 ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ഫാനും ലൈറ്റിനും എല്ലാമുള്ള പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെയും നമുക്ക് മൂന്നാമത്തെ ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ബാൽക്കണി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു ബെഡ്റൂമിന്റെ ഡോർ ഓപ്പൺ ചെയ്താൽ ബാൽക്കണിയാണ്. അതും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റൈൽസ് ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് നമുക്ക് 2-3 ചെയറുകളൊക്കെ ഇട്ടിരിക്കാവുന്നതും ആ ഒരു ഭാഗത്തേക്ക് കുറച്ച് ലെങ്തി ആയിട്ടും ഒക്കെ നല്ലൊരു ബാൽക്കണിയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ യൂട്ടിലിറ്റിക്ക് ആയിട്ട് സെപ്പറേറ്റ് ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. അതും നല്ല ഒരു വലിയ ഏരിയ തന്നെയാണ് യൂട്ടിലിറ്റിക്ക് ആയിട്ട് കിട്ടുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. അതും സേഫ് ആയിട്ട് കോൺക്രീറ്റിൽ തന്നെയാണ് ഹാൻഡ് റൈൽസ് ഒക്കെ കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിലായിട്ട് നിങ്ങൾക്ക് കാണാം വാഷിംഗ് മെഷീനുള്ള എല്ലാ പ്രൊവിഷൻസും കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. നിങ്ങൾക്കിത് വലിയൊരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കണ്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കര കാണിനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്ക് പള്ളിക്കര ജംഗ്ഷനിൽ നിന്ന് 3.9 കിലോമീറ്റർ ആണ്. കാണിനാട് ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ചുറ്റിനും നിറയെ വീടുകളൊക്കെ ഉള്ള നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ്. 3 സെന്റ് സ്ഥലത്ത് 1350 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 3 ബാത്റൂമുകളിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഒരു വലിയ കാറിനുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. വെൽ വാട്ടറും അവൈലബിൾ ആണ്. 3 സെന്റ് ഓഫ് ലാൻഡിൽ 1350 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീട് 59 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമാക്കാം. ഇവിടെ നമുക്കിനി ബാത്റൂം ഫിറ്റിംഗ്സിന്റെ വർക്കുകളും ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സും ലൈറ്റ്സും കൂടെയൊക്കെയാണ് വരാനുള്ളത്. ആ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്താൽ 59 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം. വളരെ സ്ലൈറ്റ്ലി മാത്രമായിരിക്കും നെഗോഷ്യബിൾ ആയിരിക്കുന്നത്. 59 ലാക്സിന് ഒരു വീട് ഇനി അങ്ങോട്ട് പോകുന്തോറും കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. കിട്ടും, പക്ഷെ റോഡിൽ നിന്നൊക്കെ ഒത്തിരി അകത്തേക്ക് പോയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ട് 59 ലാക്സിന് ഇതുപോലൊരു വീടിന് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ആവശ്യക്കാരേറെയാണ്. നിങ്ങൾ വീഡിയോ കണ്ട് ആലോചിച്ച് വരുമ്പോഴേക്കും വീട് സെയിലായി പോകും. ഒട്ടും വൈകണ്ട, പെട്ടെന്ന് വന്നോളൂ. നല്ലൊരു ക്യൂട്ടായ വീടാണ്. ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. സ്ക്രീനിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. പിക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഞങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചു വിളിക്കുന്നതായിരിക്കും. ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക അപ്പോയിന്റ്മെന്റുകൾക്കായിട്ട്. അടുത്തൊരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.